കട്ടകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു സ്ട്രക്ചർ എന്നതിലുപരി വീടായാൽ വാസ്തുശാസ്ത്രപരവും വീടിന് ഒരു പോസിറ്റീവ് എനർജിയും വീടിന് ഒരു ആത്മാവും ജീവനും ഉണ്ടായിരിക്കണം. അതിനോട് പൂർണ്ണമായും നീതി പുലർത്തിയിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇത്. ഹലോ, നമസ്കാരം. ഞാൻ രമേഷ് പി നായർ, മെട്രോലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് തുറവൂർ എന്ന ലൊക്കേഷനിലുള്ള 9 സെൻറ്റ് സ്ഥലത്ത് 2950 സ്ക്വയർ ഫീറ്റിൽ 5 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പുതുപുത്തൻ വീടാണ്. സിറ്റി ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു വീടാണ് ഇത്. നിങ്ങൾ ഒരു പ്രീമിയം കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. നഗരത്തിലെ കോൺക്രീറ്റ് കാടുകളിൽ നിന്നും പച്ചപ്പിൻ്റെ തുരുത്തുകൾ തേടുന്നവർക്കായി വളരെ അനുയോജ്യമായ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് ഈ വീട്ടിലുള്ളത്. ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വാസ്തുശാസ്ത്രപ്രകാരമാണ്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്. അങ്കമാലി ടൗണിലേക്ക് 3.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വെറും 400 മീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. ഈ വീടിൻ്റെ പരിസരത്തായി മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഓരോ വർക്കുകളും അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ ഉടമ നിർവഹിച്ചിട്ടുള്ളത്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നല്ല അയൽക്കാരോടൊപ്പമുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശാന്തസുന്ദരമായ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ ഒരിടത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നഗരഹൃദയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ പെട്ടെന്ന് ഓടിയെത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു റോഡ് ആക്സസ് ആണ് ഈ വീടിൻ്റെ പരിസരത്തുകൂടെ കടന്നു പോകുന്നത്. ഈ വീടിൻ്റെ മുൻഭാഗത്തായി അതിവിശാലമായി ടൈൽ പാകി മനോഹരമാക്കിയിട്ടുള്ള റോഡാണ് കടന്നു പോകുന്നത്. ഈ വീടിന് നല്ലൊരു എലിവേഷനും കളർ കോമ്പിനേഷനുമാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റും ഗ്രേയും ബ്രൗണും കളറുകളിൽ പെയിൻറ്റിംഗ് വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ളതും അതിനിടയിൽ LED ലൈറ്റുകൾ കൊടുത്ത് മിന്നിത്തിളങ്ങുന്നതും ഈ വീടിൻ്റെ നല്ലൊരു എലിവേഷനാണ് നമുക്കിവിടെ നോക്കിക്കാണാൻ സാധിക്കുന്നത്. ഈ വീടിൻ്റെ ചുറ്റിലും നല്ലൊരു കോമ്പൗണ്ട് വാൾ കൊടുത്ത് വൈറ്റും ഗ്രേയും കളറുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ചുറ്റുമതിലാണ് ഈ വീടിന് കിട്ടുന്നത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി 2 സ്ലൈഡിംഗ് ഗേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊരു വലിയ വാഹനത്തിനും കടന്നു വരാൻ പാകത്തിന് വിശാലമായ ഒരു ഫ്രണ്ട് ഗേറ്റാണ് ഈ വീടിന് കിട്ടുന്നത്. വീടിൻ്റെ മുൻഭാഗത്ത് 2 പില്ലറുകളിലായി ഫാൻസി ലൈറ്റുകൾ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നാൽ മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള 4-5 വാഹനങ്ങൾക്ക് ഓപ്പൺ ഏരിയയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ വിശാലമായ മുറ്റം നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗത്ത് ഏതൊരു വലിയൊരു വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മുറ്റത്തായി വാസ്തുശാസ്ത്രപ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഒരു കിണറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊരു കാലാവസ്ഥയിലും പറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഈ വീടിന് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
വീടിൻ്റെ മുറ്റമെല്ലാം കെട്ടിത്തിരിച്ചിട്ടുള്ളതാണ്. ഇവിടെയായി ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിന് പ്രത്യേകം കെട്ടിത്തിരിച്ചിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ചുറ്റിലും ഒന്ന് നടന്നു കാണാം. നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയെല്ലാം ബേബി മെറ്റൽ വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു പിൻഭാഗമാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെയായി ഒരു അമ്മിത്തറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അലക്കുകല്ലിൻ്റെ സ്ഥാനം. വീടിൻ്റെ ചുറ്റിലും സെറ്റ് ബാക്ക് ചെയ്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നടന്നു പോകാൻ തക്ക വിധത്തിലുള്ള ഒരു ഏരിയ ചുറ്റിലും കിട്ടുന്നുണ്ട്. വീടിൻ്റെ മുൻഭാഗത്ത് ഈ ഭാഗത്തായി ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിന് പ്രത്യേകം കെട്ടിത്തിരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ വിശാലമായ ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച 2 സ്റ്റെപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗത്തായി ഇവിടെയായി ടൈൽ വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കിട്ടുന്നത്. പില്ലറുകളിൽ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വിശാലമായ വലുപ്പമുള്ള ഒരു ഫ്രണ്ട് ഡോറാണ്, സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് കടന്നു വന്നാൽ വിശാലമായ ഒരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിൽ LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു സീലിംഗ് വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് കടക്കുമ്പോൾ ഈ ഭാഗത്തായി ബോക്സി ടൈപ്പിൽ വുഡ് വർക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായി LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു പാർട്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വിശാലമായ ഡൈനിങ് ഏരിയയുടെ സ്ഥാനം. വലുപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയുടെ മുകൾ ഭാഗത്തായി സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് ഭംഗിയുള്ള ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. മുകളിൽ മിറർ വർക്കുകൾ ചെയ്ത് അതിനടിയിൽ ചുമരുകളിൽ ടൈലുകൾ ഒട്ടിച്ച് അതിനടിയിൽ ഗ്രാനൈറ്റ് വിരിച്ച് വളരെ ഭംഗിയാക്കി നിറയെ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുള്ള ഒരു വാഷ് യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെയാണ് ഒന്നാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. മൂന്ന് പാളികളുള്ള വാൾഡ്രോബുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മിറർ കൊടുത്ത് ധാരാളം സ്റ്റോറേജ് ഏരിയ ഉള്ള ഒരു വാൾഡ്രോബ് നമുക്ക് ഇവിടെ ഒന്നാമത്തെ ബെഡ്റൂമിലായി കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. നിറയെ സ്റ്റോറേജ് ഏരിയയുള്ള ഒരു വാൾഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. 3 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള ഭംഗിയുള്ള നിറയെ സ്റ്റോറേജ് ഏരിയ കിട്ടുന്ന ഒരു വാൾഡ്രോബാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായി ഒരു ഡ്രസ്സിംഗ് ഏരിയയും അതിനടിയിൽ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഭംഗിയുള്ള ഒരു വാഷ്റൂം നമുക്കിവിടെ കിട്ടുന്നു. ഇനി നമുക്ക് ഈ വീടിൻ്റെ വിശാലമായ ഭംഗിയുള്ള കിച്ചണിലേക്ക് കടക്കാം. ഇവിടെയാണ് കിച്ചൻ്റെ സ്ഥാനം.
വളരെ ഭംഗിയായി നിർമ്മിച്ചിട്ടുള്ള നിറയെ കബോർഡ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിറയെ സ്റ്റോറേജ് ഏരിയ താഴെയും മുകളിലുമായി ലഭിക്കുന്നു. ഇവിടെയായി LED ലൈറ്റുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു കിച്ചൺ കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഫ്ലോറിങ്ങിൽ വുഡ് പാനൽ ചെയ്തതുപോലെയുള്ള ടൈൽ വർക്കുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയയുടെ സ്ഥാനം. ഇവിടെയും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് കൊടുത്ത് സിങ്ക് കൊടുത്ത് അതിനടിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് പുകയില്ലാത്ത അടുപ്പുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ നിന്നും പിൻഭാഗത്തേക്ക് കടക്കുന്നതിന് ഒരു എൻട്രൻസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് അമ്മിത്തറയുടെ സ്ഥാനം, ഇവിടെയാണ് അലക്കുകല്ലിൻ്റെ സ്ഥാനം, ഇവിടെയാണ് ബാക്കിലെ മുറ്റം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ ഹാൻഡ് റെയിൽ കൊടുത്ത് അതിനടിയിൽ ടഫ്ലൻ ഗ്ലാസുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കടന്നു ചെന്നാൽ വിശാലമായ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പർ ലിവിങ് ഏരിയയുടെ മുകളിലായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമായി വിശാലമാക്കി വെച്ചിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. മുകളിലത്തെ നിലയിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. വളരെ വിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇത്. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. നാലാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയും വാൾഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. അപ്പർ ലിവിങ് ഏരിയയിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഉണ്ടായിരുന്നത്. ഇതാണ് അഞ്ചാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഇവിടെയായി വാൾഡ്രോബുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഫ്രണ്ട് ബാൽക്കണിയാണ്. വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണി നമുക്കിവിടെ കിട്ടുന്നു. ഈ ഫ്രണ്ട് ബാൽക്കണിയുടെ ഹാൻഡ് റെയിലായി കൊടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിലാണ്. അതിനിടയിൽ ടഫ്ലൻ ഗ്ലാസ് കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്നാൽ താഴെയുള്ള നമ്മുടെ വീടിൻ്റെ മുറ്റവും കിണറും മറ്റു വീടുകളും പ്രകൃതിയും എല്ലാം നമുക്ക് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ ഫ്രണ്ട് ബാൽക്കണി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ഒരു യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. വളരെ വിശാലമായ ഒരു യൂട്ടിലിറ്റി ഏരിയ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ട്രസ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ഇവിടെ കിട്ടുന്നു. ഈ യൂട്ടിലിറ്റി ഏരിയയുടെ മുകളിലേക്ക്, ഇവിടെ നിന്നും മുകളിലേക്ക് ഓപ്പൺ ടെറസിലേക്ക് പോകുന്നതിന് ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി
വാഷിംഗ് മെഷീൻ മറ്റും വയ്ക്കുന്നതിന് ഒരു പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി ഇവിടെ ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. 9 സെൻറ്റ് സ്ഥലത്ത് 2950 സ്ക്വയർ ഫീറ്റിൽ 5 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 1,35,00,000 രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും ഈ വീട് വാങ്ങുന്നതിനും മറ്റു സ്ഥലങ്ങളുടെയും വീടുകളുടെയും ഡീറ്റെയിലുകൾ കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. യൂട്യൂബ് ചാനലിൽ കയറി മെട്രോലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയർ എന്ന് ടൈപ്പ് ചെയ്യുക. സാധാരണക്കാർക്കും മിഡിൽ ക്ലാസ് ഫാമിലിക്കും പറ്റിയ നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഞങ്ങളുടെ ചാനലിലുണ്ട്. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ തീർച്ചയായും ഉപകാരപ്പെടും. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ അഡ്വർടൈസ് ചെയ്യുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.